പ്രിയരെ, അസുഖങ്ങളും അപകടങ്ങളും മൂലം ആയിരക്കണക്കിന് ആളുകൾ അനുദിനം മരിക്കുന്നു. അതിന്റെ എത്രയോ മടങ്ങ് പേർക്ക് ഗൗരവമായ പരിക്കുകൾ സംഭവിക്കുന്നു. ശരിയായ പ്രഥമ ശുശ്രൂഷ ലഭിച്ചിരുന്നെങ്കിൽ ഇതിൽ വലിയൊരു ഭാഗം തടയുവാനോ തീവ്രത കുറയ്ക്കുവാനോ സാധിക്കുമായിരുന്നു. ഇത്തരം സംഭവങ്ങളിൽ ദൃക്സാക്ഷിയാകുന്നവർ ശരിയായ രീതിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി ശരിയായ സ്ഥലത്ത് എത്തിക്കുകയാണ് വേണ്ടത്. അവശനായ ഒരു രോഗിക്ക് ശരിയായ വൈദ്യസഹായം എത്തുന്നത് വരെ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ. ജീവൻ തന്നെ അപകടമായ ഘട്ടത്തിൽ ചെയ്യുന്ന ഈ പരിചരണം ആണ് യഥാർത്ഥത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തനം. ഇത്തരം സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയാകുന്നത് അധ്യാപകരോ, ജോലിസ്ഥലത്തുള്ളവരോ, വഴിയാത്രക്കാരോ, വാഹന ജീവനക്കാരോ, വിദ്യാർത്ഥികൾ തന്നെയോ ആകാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജീവൻ രക്ഷാ പരിശീലനം എന്ന ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഹൃദയസ്തംഭനം പറ്റിയ ഒരാളിൽ ശരിയായ രീതിയിൽ നെഞ്ചമർത്തൽ ഉടൻ തന്നെ ആരംഭിച്ചാൽ ഒരു പക്ഷേ ആ ജീവൻ തിരിച്ചു പിടിക്കാൻ സാധിക്കും. അബോധാവസ്ഥയിലുള്ള ഒരാളെ ശരിയായ രീതിയിൽ ചരിച്ചു കിടത്തുന്നത് ശ്വാസതടസ്സം കുറയ്ക്കുവാൻ സഹായിച്ചേക്കാം. അപകടത്തിൽപ്പെട്ട് രക്തം വാർന്നൊലിക്കുന്ന ഒരാൾക്ക് ഒരു കംപ്രഷൻ ബാൻഡേജ് നൽകുകയാണെങ്കിൽ രക്തവാർച്ച തടയാനും അയാളുടെ ജീവൻ രക്ഷിക്കുവാനും സാധിച്ചേക്കാം. യാതൊരു ഉപകരണങ്ങളുമില്ലാതെ ആർക്കും എവിടെ വെച്ചും ചെയ്യുവാൻ സാധിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു ജീവൻ രക്ഷിക്കാൻ ഉതകിയേക്കാം. ഒരു അപകടമുണ്ടായാൽ ശരിയായ ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ പരിക്കുകൾ കുറയ്ക്കുമെന്നതുപോലെ തന്നെയാണ് പ്രധാനമാണ് തെറ്റായ പ്രവർത്തനങ്ങൾ പരിക്കുകൾ കൂടുതൽ ഗൗരവമുള്ളതാക്കുമെന്നതും. അപകടത്തിൽപ്പെടുന്ന ഒരാളെ ചുരുട്ടിയെടുത്ത് ഒരു ചെറിയ വണ്ടിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് നട്ടെല്ലിന് കൂടുതൽ പരിക്കുകൾ വരുത്താൻ ഇടയാക്കിയേക്കും. അതേപോലെ അബോധാവസ്ഥയിലുള്ള ഒരാൾക്ക് അത് നല്ല ഉദ്ദേശത്തോടുകൂടിയാണെങ്കിൽ പോലും ഭക്ഷണവും വെള്ളവും നൽകുന്നത് ചിലപ്പോൾ കൂടുതൽ അപായങ്ങൾ വരുത്തി വച്ചേക്കാം. പല കാരണങ്ങൾ കൊണ്ടാണ് സാധാരണക്കാർ ജീവൻ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മടി കാണിക്കുന്നത്. ഒരു പ്രധാന കാരണം അറിവില്ലായ്മയാണ്. ബോധവൽക്കരണ ക്ലാസ്സുകളും അതിനെപ്പറ്റി വിവരിക്കുന്ന വീഡിയോകളും പുസ്തകങ്ങളും അറിവില്ലായ്മ കുറയ്ക്കാൻ സഹായിക്കും. നിയമക്കുരുക്കുകളിൽ പെടുമോ എന്ന ഭയമാണ് മറ്റൊരു കാരണം. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ നിയമക്കുരുക്കുകളിൽ പെടുത്തരുത് എന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. സമയമില്ല എന്നതാണ് മറ്റൊരു കാരണം. എന്നാൽ നിങ്ങളുടെ കുറച്ച് സമയം ഒരു വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ ഉതകിയേക്കുമെന്ന അറിവോടെ എല്ലാവരും ജീവരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. ശരിയായ ജീവൻ രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷയും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ജനങ്ങളിലേക്ക് അവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ എമർജൻസി ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് അഥവാ അടിയന്തര ചികിത്സാ പരിശീലനം ആരംഭിച്ചത്. എവരി സിറ്റിസൺ എ ലൈഫ് സേവർ, ഓരോ പൗരനും ഒരു ജീവരക്ഷാ പ്രവർത്തകൻ. ഈ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ IMA പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനായി പുസ്തകങ്ങളും ലഘുലേഖകളും വീഡിയോകളും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അടിയന്തര ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി IMA എമർജൻസി ലൈഫ് സപ്പോർട്ട് ഗ്രൂപ്പ് എല്ലാ ആഴ്ചയിലും ഓരോ വീഡിയോ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവരുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭരണകൂടത്തിൻ്റെയും സഹകരണമുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാം. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ഇതിനായി IMA തയ്യാറാക്കുന്ന പുസ്തകങ്ങളും വീഡിയോകളും കഴിയുന്നത്ര ആളുകളിൽ എത്തിക്കുമല്ലോ.